ഉപ്പുമാങ്ങ തയ്യാറാക്കുന്നതിന് വേണ്ടി 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതിന് തിളപ്പിച്ചുകൊണ്ട് വരാം. ആ വെള്ളത്തിലേക്ക് 2 സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മാങ്ങ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു ഉപ്പുമാങ്ങ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാനെടുക്കാം. അതിലേക്ക് ഈ മുളക് ഇടയാണ്. 3 മുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് രുചി കൂട്ടാനായിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ 2 തണ്ട് കറിവേപ്പില കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിന് ശേഷം ഇത് ഞാൻ ഉപ്പിട്ടായിരുന്നു പറഞ്ഞതാണ് ഉപ്പിട്ടിട്ടുണ്ടെന്ന്. ഈ മാങ്ങ അങ്ങ് ഇതിലോട്ടാക്കിയിടാം. ഇതിനി ആറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഉപ്പുമാങ്ങ തയ്യാറാക്കിയത് ഇപ്പോൾ ആറിയിട്ടുണ്ട്. ആറിയതിന് ശേഷം നമുക്കിത് ഒരു ഭരണിയിലിട്ട് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ മാങ്ങ എല്ലാം ഭരണിയിലോട്ട് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 2 സ്പൂൺ വിനാഗിരി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിക്കണം. ഈ ഭരണിയുടെ മുകളിലായിട്ട് നമ്മൾ കല്ലം ഭരണിയിലോ കുപ്പി ഭരണിയിലോ ഇത് മാറ്റാവുന്നതാണ്. 2 സ്പൂൺ വിനാഗിരി ഒഴിച്ച് അടച്ച് സൂക്ഷിക്കാം. തോനെ നടന്നു സൂക്ഷിക്കാൻ മാറ്റി വെക്കണ്ട, സൂക്ഷിക്കാൻ വെക്കണ്ട. നമുക്ക് നാളെ തൊട്ട് തന്നെ ഉപയോഗിച്ച് തുടങ്ങാം. അപ്പം ഇന്ന് വൈകിട്ട് വേണമെങ്കിൽ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് വേണമെങ്കിലും അത്യാവശ്യത്തിന് ഉപയോഗിച്ച് തുടങ്ങാം. എന്നാൽ നാളെ തൊട്ട് ഓരോ ദിവസം കഴിയുന്തോറും ഇതിൻ്റെ രുചി കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരെണ്ണം തയ്യാറാക്കി വെക്കുന്നത് കൊണ്ട് എല്ലാ ചോറിൻ്റെ കൂടെ ആയാലും പഴകഞ്ഞീരോടായാലും കഞ്ഞീരോടായാലും ഉപയോഗിക്കാൻ നല്ലൊരു സാധനമാണ് ഈ ഉപ്പുമാങ്ങ. ഇപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.